ഇന്ന് ദാരിദ്ര്യം എന്നല്ല കേട്ടോ. ഇന്നൊരാളെ പറ്റി പറയാൻ ഞാൻ. ആ ആളെൻ്റെ അടുത്തില്ലാത്തതിൻ്റെ ഒരു ദാരിദ്ര്യം ഉണ്ട് എനിക്ക്. എനിക്ക് പോണ എൻ്റെ സ്കൂട്ടി ഉണ്ട്, എൻ്റെ ഡിയോ. അതിന് വരെ അങ്ങേരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പെട്രോൾ അടിക്കണ എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് അത് വളരെ ഡ്രാമാറ്റിക്കായിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ പോ വലിയ ഫാഷൻ കാണിക്കാണ്ട് പോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ അപ്പൻ. അതൊരു സംഭവം കേട്ടോ. എനിക്ക് മാത്രമല്ല, കുറേ പേർക്കൊരു ഇൻസ്പിറേഷനാണ്. ഇവിടെയുള്ളൊരു കുഗ്രാമം അല്ലെങ്കിലും ഒരു ഗ്രാമപ്രദേശമാണ് എൻ്റെ സ്ഥലം. ഈ കടകൾ മാത്രം ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഒരു 2006-2007 സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റും തുടങ്ങി. ആ നാട്ടിലുള്ളവരൊക്കെ ട്രോളി ഉന്തി ഷോപ്പ് ചെയ്യാൻ വേണ്ടി തല്ലുകുടിച്ച ഒരു ചരിത്രമുണ്ട് എൻ്റെ അപ്പന്. ആ കാണുമ്പോൾ തൊട്ട് അങ്ങേർക്കൊരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മിന്നൽ ബാബു എന്നാ ആ നാട്ടിലുള്ളവരൊക്കെ അങ്ങേരെ വിളിച്ചിരുന്ന കേട്ടോ. നാട്ടിലുള്ളവരെയും അങ്ങേരുടെ സ്കൂളിലെ പിള്ളേരെയൊക്കെ ഒരൊറ്റ നോട്ടം കൊണ്ട് നിലയ്ക്ക് നിർത്തിയിരുന്ന മിന്നൽ ബാബു ഞങ്ങളുടെ അടുത്ത് പക്ഷെ പാവം ഞങ്ങളുടെ ഡാഡി ആയിരുന്നു കേട്ടോ. വിശ്വസിക്കില്ല ഡാഡിക്ക് അങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ. എൻ്റെ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കട കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിർത്തി. എന്നിട്ട് അപ്പോൾ അവിടെയുള്ള നടത്തിയിരുന്ന ആൾക്ക് പിന്നെ വേറെ ജോലിയും വരുമാനവും ഒന്നുമില്ല. അങ്ങനെ വേറൊരു ജോലിക്ക് പോകാൻ അത്ര കേപ്പബിൾ അല്ലായിരുന്നു എന്ന് തോന്നുന്നു ആ ചേട്ടൻ. ഡാഡി ഒരു സൂപ്പർ മാർക്കറ്റ് വിപുലീകരിച്ചപ്പോൾ ആദ്യം ജോലി കൊടുത്തത് അങ്ങേർക്കായിരുന്നു, ആ കുട്ടേട്ടന്. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചേ ഡാഡി എന്തിനാ അങ്ങനെ ഒരു റിസ്ക് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞൊരു ഉത്തരവുണ്ട്. പണ്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിക്കുമ്പോൾ ഈ കുട്ടേട്ടൻ കടയിലേക്കുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഒരു 11 മണിക്ക് പോകുത്രേ. പൊതിയിലേക്ക് നോക്കി വെള്ളം ഇറക്കി നിൽക്കുമ്പോൾ ഒരു പരിപ്പ് വടി എടുത്തിട്ട് അതിൻ്റെ പകുതി ഡാഡിക്ക് കൊടുക്കും. അതിൻ്റെ രുചി ഇപ്പോഴും ഡാഡിയുടെ വായെന്ന് പോയിട്ടില്ല എന്നാണ് ഡാഡി പറയണേ. അതിൻ്റെ നന്ദി അത്രേ. അതുകൊണ്ട് എന്ത് ചെയ്താലും ചെയ്തില്ലേലും കുട്ടേട്ട അവിടെ നിൽക്കട്ടെ ഒരാളായിട്ടെന്ന് ഡാഡി പറഞ്ഞു. ഇങ്ങനെയുള്ള എൻ്റെ അപ്പനെ പറ്റി പറയാണ്ട് എങ്ങനെ ഈ ഫാദേഴ്സ് ഡേ തീർത്ത് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ശരി, ഹാപ്പി ഫാദേഴ്സ് ഡേ.